ഇവിടെ ഒരു ആവറേജ് ഒരു 8% നമുക്ക് ROE കിട്ടും ഇയർലി നോക്കിക്കഴിഞ്ഞാൽ. കൂടാതെ നമുക്കൊരു അപ്രീസിയേഷൻ നോക്കി ഒരു 30 to 40%, ഒരു 60 വരെ പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാസസ്ഥലം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. UAE സാംസ്കാരിക കേന്ദ്രമായ ഷാർജയിൽ സെമി ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ലോകം മുഴുവനുമുള്ള ആളുകൾ ഉറ്റുനോക്കുന്ന, കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന അറാദ എന്ന പ്രോജക്റ്റിൻ്റെ മസാർ 3 4000 വീടുകളുടെ കേന്ദ്രമാണ് ഈ ചുറ്റുവട്ടത്ത് കാണുന്ന. അതിൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. എന്തുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്ന താമസ സ്ഥലം എന്ന് പറയുന്നു? 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ മസാറിൻ്റെ ഒന്നാമത്തെ പ്രോജക്റ്റ് ഇതുപോലെ ഈ സ്ഥലത്ത് വെച്ച് ലോഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ മലയാളികൾ ഇതൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുമോ, നമുക്ക് ഫ്രീ ഹോൾഡ് കിട്ടുമോ, ഇതൊക്കെ സംശയിച്ച് മാറി നിൽക്കുകയും മസാർ 2 വന്നപ്പോൾ നിയമങ്ങൾ മാറി. ഷാർജയിൽ എല്ലാവർക്കും ഫ്രീ ഹോൾഡ് എടുക്കാമെന്ന നിയമം വന്നു. അപ്പോൾ ഇവിടെ ക്യൂ നിന്ന് വാങ്ങി. മസാർ 3യുടെ ലോഞ്ചിങ് വന്നപ്പോൾ അത്ഭുത പരതന്ത്രരായി എവിടെ നിന്നെല്ലാം മലയാളികൾ വന്നു ഇവിടെ വാങ്ങി. എന്നിട്ടും 4000 യൂണിറ്റുകളിൽ 1600 യൂണിറ്റുകൾ മാത്രമേ മസാർ 3 ഇതിനകം ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അനൗൺസ് ചെയ്ത് കരുതി വച്ചിരിക്കുന്ന 2400-ലധികം യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. താമസ സ്ഥലം മാത്രമല്ല, 100,000 വൃക്ഷങ്ങൾക്കിടയിൽ താമസിക്കാനുള്ള സൗകര്യം ലോകത്ത് എവിടെയുണ്ട്? ഒരു കമ്മ്യൂണിറ്റിയിൽ. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പാർപ്പിട സമുച്ചയമാണ് മസാർ 3. അപ്പോൾ ഇവിടെ 2 ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം അടങ്ങുന്ന ടൗൺ ഹൗസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് വിൻറ്റേജ് ലെക്സ് എന്ന ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ പ്രീമിയം ചാനൽ പാർട്ണറായിട്ടുള്ള വിൻറ്റേജ് ലെക്സ് 25 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് മിസ്റ്റർ വിനോദ് കുര്യനെ സമീപിക്കാം. അദ്ദേഹം ഇതിൻ്റെ അഡ്വൈസ് പറഞ്ഞു തരും. എങ്ങനെ എടുക്കണം, ഏതെടുത്താൽ ലാഭകരമായി മുന്നോട്ട് പോകാം, ഏതെടുത്താൽ ആസ്വാദ്യകരമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം, ഏതെടുത്താൽ വാടക വരുമാനം കൂട്ടിക്കിട്ടും. ഇങ്ങനെ ഒരു 100 കാര്യങ്ങൾ, സംശയങ്ങൾക്കുള്ള മറുപടികൾ മിസ്റ്റർ വിനോദ് പറഞ്ഞു തരും. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ സാമ്പത്തിക സിദ്ധാന്തം കൂടി ഒന്ന് മനസ്സിലാക്കണേ. 4 കൊല്ലം മുമ്പ് 1.2 മില്യൺ ദിർഹത്തിന് ഇവിടെ വീട് വാങ്ങിയവർ, മസാർ 1 വീട് വാങ്ങിയവർ, ഇപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, 2.1 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇരട്ടിയിലേക്ക് 4 വർഷം കൊണ്ട് മാർക്കറ്റ് വിലയുടെ സ്റ്റാർട്ടിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഏത് പ്രസ്ഥാനമുണ്ട് ഭൂമിയിൽ? ഇപ്പോൾ അബുദാബിയുടെ കാര്യത്തിൽ പറയാം നമുക്ക് അൽദാർ, മഹത്തായ പ്രസ്ഥാനം, ലോകം മുഴുവനും നോക്കുന്നവർ. ദുബൈയുടെ കാര്യത്തിൽ പറയാം നമുക്ക് ഇമാർ. അതുപോലെ ഷാർജയുടെ കാര്യത്തിൽ അറാദ, അതിൻ്റെ ഭാഗമായ മസാർ 3. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലമായി മാറിയിരിക്കുമ്പോൾ ഇവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാം. ഒരു മാസം ശരാശരി 1% താഴെ മാത്രമേ ഇതിന് കാശടക്കേണ്ടതുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 1% താഴെയാണ്. ഈ കണക്ക് മനസ്സിലാക്കിയാൽ ഇന്ന് എന്തെങ്കിലും ഒരു 5% നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടോ, ഓടി ഇവിടെ എത്തും, കൊടുക്കും. മിസ്റ്റർ വിനോദിനെ കണ്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ മിസ്റ്റർ വിനോദിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കണം, അദ്ദേഹത്തിൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം, അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. കാരണം 25 വർഷമായിട്ട് കേരളത്തിൽ ഇത്രയും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റും ഡെവലപ്പറും ഒക്കെയായി നിന്നുകൊണ്ട് ആളുകൾക്ക് അതിൻ്റെ അഡ്വൈസ് കൊടുക്കുന്നതിൽ 1ാം നിരയിൽ നിന്നിട്ടാണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ദുബായിലെത്തുകയും ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വിപുലീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന രൂപത്തിലാണ് മിസ്റ്റർ വിനോദിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യം. ഇതിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ദുബായ് എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങിയാൽ ഈ മസാർ 3 പ്രോജക്റ്റിൽ എത്ര മിനിറ്റ് കൊണ്ട് സാധാരണ ട്രാഫിക്കിൽ എത്താം? നമുക്ക് നോർമൽ ട്രാഫിക്കിലാണെങ്കിൽ സാർ ഒരു 20 മിനിറ്റ്സ് ഡ്രൈവിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, വളരെ ഇതാണ്. എമിറേറ്റ്സ് റോഡിൽ നമുക്ക് ഇങ്ങോട്ട് ഈ പ്രോജക്റ്റിലേക്ക് വരാനായിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത്രയും കംഫർട്ടബിളായിട്ട് വരാനും പറ്റും. സാധാരണ ഉള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പല ക്വാളിറ്റി, ഇവർക്ക് ഓരോ സ്പെക്ക് ഉണ്ട്. ആദ്യമേ ഇവർ പറയുന്ന ക്വാളിറ്റിയിൽ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഗവൺമെന്റ് മോണിറ്റേർഡ് ആണ് ഇവിടുത്തെ ഓരോ പ്രോജക്ട്സ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് തിങ്, ഇവിടെ എന്ത് പറയുന്നു അത് കൊടുക്കുക എന്നുള്ളത് വളരെ ഗവൺമെന്റിന്റെ ഒരു കർശനമായ ഒരു റൂളാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിന് നമ്മൾ പറയുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. നമ്മളിവിടെ സൈറ്റിൽ വന്ന് കാണുമ്പോഴറിയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇത്
കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് എന്താണോ ഇവർ പറഞ്ഞത്, ഇത് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് അപ്രൂവൽ കിട്ടത്തില്ല, ഇവർ അടുത്ത പ്രോജക്ട്സിലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഒരു വലിയൊരു ഫാക്ടർ. ഇവർ ആദ്യം 50,000 വൃക്ഷങ്ങൾ വെക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഇപ്പൊ നോക്കുക, നമ്മളൊരു വൃക്ഷങ്ങളുടെ ഈ പൂങ്കാവനത്തിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന പോലെ ഇതിന്റെ ഇരട്ടിയാണ് മസാർ 3-ൽ ഇപ്പം ഏതാണ്ട് 100,000 1 ലക്ഷം. പിന്നെ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ മലയാളി ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു 5 സെന്റ് സ്ഥലവും വീടും മേടിക്കുക എന്ന് പറയുന്ന വലിയ ആഗ്രഹം. മരുഭൂമിയിൽ എങ്ങനെ മേടിച്ചാൽ വീടും സ്ഥലവും എങ്ങനെ കിട്ടും? ഇപ്പം മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടില്ലേ, ഈ ചുറ്റിനും ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷാർജയിൽ മരുഭൂമിയിലാണ് വീടെന്നൊന്നും പറയാനേ പറ്റില്ല. ഈ മരുഭൂമി കൂടെയാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഒരു 5-10 വർഷം മുന്നേ ഇതൊക്കെ ഒരു മരുഭൂമിയായിരുന്നു. ഇതിപ്പം ഒരു സിംഗപ്പൂരിലോ യൂറോപ്പിലോ ഒക്കെ പോയാലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു എന്താ പറയുക ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെ പോകുന്ന പോലെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു 2 ബെഡ്റൂമും മെയ്ഡ് റൂമും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടൗൺ ഹൗസിന് 2000-ഓളം സ്ക്വയർ ഫീറ്റ് എന്നാണ് ഇവിടെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻബിൽട്ട് ആയിട്ടുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി നമുക്കെല്ലാം നേരിട്ട് ബോധ്യമായതാണ്. ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ്, അതിൻ്റെ കാശ് എത്ര, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എത്രയാകും എന്നാണല്ലോ. ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് സാർ, ഇത് 2021 ലോഞ്ച് ചെയ്ത മസാർ 1, ആ സമയത്ത് ഇത് 1.2, 1.3ക്കാണ് ടൗൺ ഹൗസ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഇത് വരുന്നത് 1.89. കഴിഞ്ഞ 4 വർഷം കൊണ്ട് അങ്ങനെ തന്നെ ബേസിക് വിലയിൽ മാറ്റം വന്നിരിക്കുന്നു. വളരെ അപ്രിസിയേഷൻ ഉണ്ടായിരിക്കുകയാണ് അവിടെ. അത് തന്നെ വിസിബിളാണ് നമുക്ക്. ഈ 4 വർഷം കൊണ്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇതിലിപ്പം 3 ഫേസ് ഇവർ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത 3 ഫേസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക മസാർ 1-ല്. അപ്പോൾ 3-ലാണെങ്കിൽ ഇപ്പം സാർ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അതിനകത്ത് ഓൾറെഡി ഒരു 4,000 വില്ലാസും ടൗൺ ഹൗസസും വരുന്നുണ്ട് ആ പ്രോജക്റ്റിൽ. അതിൽ 3 ക്ലസ്റ്ററാണ് അവരിപ്പം കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഏതാണ്ട് ഒരു 2,400 വില്ലാസും ടൗൺ ഹൗസസ് ഇനിയും വരുന്നുണ്ട്. അടുത്ത ഒരു 1-2 വർഷം കൊണ്ട് ഇവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോഴേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്രിസിയേഷനും കിട്ടും. ഇവരും പ്രിപ്പയർഡ് ആകും. കാരണം നമ്മളിപ്പോൾ ഇത്രയും ദിവസം ചെയ്തതിൽ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ പല ഇൻവെസ്റ്റേഴ്സും യൂണിറ്റ്സ് ടൗൺ ഹൗസസും 3 ബെഡ്റൂം 4 ബെഡ്റൂം നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴേ ഇവരെല്ലാവരും പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത വരുന്ന 1-2 മാസം തൊട്ട് നമുക്ക് അടുത്ത ഒരു 3-4 വർഷത്തേക്കുള്ള മേടിക്കാനുള്ള ഒരു ഇൻവെന്ററി നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യം പറയണം. ഈ 2000 സ്ക്വയർ ഫീറ്റ് 1.89 മില്യൺ അല്ലേ? അതെ. എന്ന് പറയുമ്പോൾ ശരാശരി ഒരു സ്ക്വയർ ഫീറ്റിന് 1000 ദിർഹം വരുന്നില്ല. അത് സാർ ഈ പറഞ്ഞല്ലോ, ഇതിൽ ഫിഗേഴ്സും പൈസയ്ക്കും കാട്ടുപരി നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജീവിക്കാൻ വേണ്ടി, ഇവരുടെ ഒരു ഹാർഡ് ഏൺ മണി. ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമായി. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്ത് നേരത്തെ ഞാൻ പറയുന്ന പോലെ ഒരു ലാൻഡ് 5 സെന്റ് സ്ഥലവും വീട് നാട്ടിൽ മേടിക്കുക എന്നുള്ളതായിരുന്നു പണ്ട് എല്ലാവരും ആഗ്രഹം. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയത് ഇഷ്ടംമാതിരി മലയാളികളായാലും ശരി, ഇന്ത്യൻസ് ആണെങ്കിലും മേടിച്ചു കൂട്ടും. നമുക്കറിയാം ഇന്ത്യൻസിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് ഈ സേവിങ് മെൻറ്റാലിറ്റി പണ്ടേ ഉള്ളതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിരിക്കുന്നത് ഈ മസാറിൽ മേടിക്കുന്നുണ്ട് ഇഷ്ടംമാതിരി. അത് അവർക്ക് വേണ്ടത് ഒരു 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു വീടും വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ നാട്ടിലൊരു കൾച്ചറോ അല്ലെങ്കിൽ നാട്ടിലൊരു ആംബിയൻസ് ഈ കമ്മ്യൂണിറ്റി കണ്ടിട്ട് അത് അറ്റ്ലീസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യും എല്ലാവരും മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് വന്നൊന്ന് കാണുന്നതിന് പിന്നെ ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരാൻ പറ്റും. ഒരു ടൂർ എടുക്കുക, വന്ന് കണ്ടു പോവാ, വേറൊന്നും മേടിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഇതിന്റെ തന്നെ കോപ്പി ലോകത്ത് എവിടെയെങ്കിലും ചെയ്താലും മതി. അതെ, അത് തന്നെ കണ്ടു മനസ്സിലാവും. കളകളാരവോ നമ്മൾ പറയില്ലേ, കാവ്യ ഭംഗിയിൽ പറയും. ഇങ്ങനെ വെള്ളത്തിൻ്റെതാവട്ടെ അല്ലെങ്കിൽ പക്ഷികള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും സാർ മേടിക്കാതെ പോകത്തില്ലെന്നുള്ളതാണ് ഒരു ഇതാണ്. പിന്നെ മേടിക്കുന്നവരോടും എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ വീട് എന്ന് പറയുന്നത് ഒരു മെച്ചുവേർഡ് പ്രൊഡക്റ്റാണ്. സാധാരണ നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ പോയി കാണുന്നത് മേടിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യാനും അതിൻ്റെ ഇപ്പോൾ ഇത് മേടിക്കാനാണെങ്കിലും ശരി, ഏത് പ്രോജക്റ്റ് മേടിച്ചാലും ആ പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും നമുക്ക് നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും സാറിനെ. അപ്പം ബേസിക്കലി ഞാൻ സജസ്റ്റ് ചെയ്യും എപ്പോഴും ഒരു സെല്ലിംഗ് മെൻറ്റാലിറ്റി പറയല്ല, ഇങ്ങനെ കുറെ പ്രിപ്പറേഷൻസ്. ഇതൊരു ഇൻഫർമേഷൻ ആണ്. എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് വാങ്ങാനില്ല, കൊടുക്കാനില്ല. ഇല്ല, കൊടുക്കാനില്ല. ഇത് ഒരു ദിവസം ഇവിടെ ഒരു ക്യാൻസലേഷൻ വന്നത് നെക്സ്റ്റ് മൊമെന്റിൽ ഇത് ക്ലോസ് ആയി പോകണം. അപ്പം അങ്ങനെ ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണിത്. പക്ഷെ നമുക്ക് നല്ല യൂണിറ്റ്സ് നോക്കി എടുക്കാനും അത് അവരുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ റിട്ടേൺ വെച്ചിട്ട് നമ്മളൊന്ന് കണക്കൂട്ടും. മലയാളി എപ്പോഴും അങ്ങനെ ആലോചിക്കണം. ഒരു വില്ല വാങ്ങിയിട്ടാൽ വാടകയ്ക്ക് കൊടുത്താൽ എന്ത് വരുമാനം വരും, അതൊരു 10 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ എന്ത് കിട്ടും? ഇതിന്റെ മറുപടി നമുക്ക് ഒറ്റ ബാധ്യതത്തിലേക്ക് ബാങ്ക് എഫ് ഡിയിൽ ഇടുന്നതായാലും ശരി, വേറെ എവിടെയും നോക്കിയാൽ ചെയ്യാൻ പറ്റില്ല. താരതമ്യം. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും നോക്കണമെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ നമുക്ക് പല ക്വാളിറ്റിയിലും പല രീതിയിലും പ്രോഡക്റ്റ് കിട്ടും. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ നാളെ അത് വിൽക്കാൻ പറ്റണം എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിച്ചു വേണം ഏതെങ്കിലും ഒരു ട്രസ്റ്റ് വർത്തി ഡെവലപ്പറായിട്ട് നമ്മൾ പോകുമ്പോൾ നോക്കേണ്ടത്. അപ്പം നാളെ മേടിച്ചാൽ നമുക്ക് വിൽക്കണം, സ്റ്റക്കാകാൻ പാടില്ല.
അപ്പോൾ അതുപോലത്തെ പ്രോജക്ട്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യാവുള്ളൂ എന്ന് നമ്മുടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു സജഷൻ ഉണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് വലിയ അഡ്വാൻറ്റേജ് തോന്നിയൊരു പോയിന്റ്, ഓക്കെ, ഇതിൻ്റെ കാശ് റേറ്റ് ഇപ്പോൾ ഒരുപാട് പരസ്യമുണ്ട്, മന്ത്ലി 2%, 1%. ഇതൊരു പരസ്യവും കൊടുക്കാതെ 1% താഴെയാണ് ആക്ച്വലി മന്ത്ലി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഒരു 6 മാസത്തിനിടയിൽ 5% അതെ എന്ന് പറയുന്ന രീതിയാണ് ഇക്വേഷനാണ് അവർ വെച്ചിരിക്കുന്നത്. അതിലും 35% നമ്മൾ ആദ്യം 5% കൊടുത്താൽ 40% മതി കൺസ്ട്രക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ കൊടുത്താൽ മതി, ബാക്കി ലോൺ എടുത്ത് കൊടുത്താൽ മതി, ലോൺ 60 കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെന്റ് ഔട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കീ കയ്യിൽ കിട്ടുന്നവരെ ഒരു 1.89 മില്യൻ്റെ ഒരു വീട് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ 40% കൊടുത്താൽ മതി, ബാക്കി ബാങ്ക് തന്നോളം 20 വർഷമോ 30 വർഷമോ ഒക്കെ ബാങ്കിന് പിന്നെ അടച്ചുകൊണ്ടിരുന്നാൽ മതി. വാടക നിടത്തടയ്ക്കാം, ശമ്പളം നിടത്തടയ്ക്കാം, വേറെ വരുമാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പൂർത്തിയായി കിട്ടുമ്പോൾ ഇതിൻ്റെ വില നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള രീതിയിൽ പോകുന്ന ഒരു പേയ്മെൻറ്റ് ടേംസാണ് പൊതുവെ അറാതെയും ഇപ്പോൾ പ്രത്യേകിച്ച് മസാർ 3യും വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. മിസ്റ്റർ വിനോദ് കുര്യൻ, എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഇത്തരം ഒരു പ്രോജക്റ്റുമായിട്ട് ഇങ്ങനെ ചേർന്നിട്ട് പോകുന്നതിന്. അതുപോലെ സാറിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു വാങ്ങിയില്ലെങ്കിലും അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഉപകാരം. ഷുവർ നമുക്ക് ഇത്രയും 10-20 വർഷം നമ്മൾ ഈ ഫീൽഡിൽ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ക്ലയൻസ് വരുമ്പോഴും നമ്മൾ പറയത്തില്ല മേടിക്കണം എന്ന് പറയത്തില്ല, അത് പ്രിപ്പയർഡ് ആണെങ്കിലും മേടിച്ചത്. കാരണം നമ്മളിത് മേടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ് പിന്നെ കിടന്ന് ഉറക്കം പോകുന്ന ഒരു പരിപാടി വേണ്ട. അപ്പം ഫീൽ ഫ്രീ സാർ, ആർക്കാണെങ്കിലും വിളിച്ചാൽ മതി. നമ്പർ സാർ ഒന്ന് കൊടുത്താൽ പോരെ, ഓക്കെ, സംസാരിക്കാം. താങ്ക് യു സാർ.